പരനാറികൾ പലതരത്തിലുള്ള പല 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 നാറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇയർഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് ചെവിയിൽ വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരിക്കലും ഇൻറ്റൻഷനലി തെറി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ചില മിക്സഡായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവുമല്ലോ, ഒബ്വിയസ്ലി ഫ്രസ്ട്രേറ്റഡ് ആവും. എങ്ങാനും വായന വല്ലതും ചാടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാവണ്ട, അല്ലെങ്കിൽ വൃത്തികേടാവണ്ടല്ലോ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ സുജിത് ഭക്തൻ ആൻഡ് സുജിത് ഭക്തൻ്റെ ഭാര്യ ശ്വേത ഭക്തൻ. ഈ ശ്വേത ഭക്തൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാവം, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഷീ സോ ക്യൂട്ട്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരെന്ത് തെറ്റ് ചെയ്തു? ഒരുപാട് നാളായിട്ട് അവർ ഈ ബോഡി ഷേമിങ് ഭീകരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബോഡി ഷേമിങ് തന്നെയാണ്. പക്ഷെ അതിനേക്കാളുള്ള ഉപരി കുറച്ച് സീരിയസ് ആണ് കാര്യങ്ങൾ. അത് എല്ലാവരും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത്? എൻ്റെ അമ്മ എടോ, ഈ നാരത്തരം എങ്ങനെ കാണിച്ചാലും നാരത്തരം തന്നെയാണ്. പക്ഷെ ഈ നാരത്തരം കാണിക്കുന്നവർ ഈ നാരത്തരത്തിൻ്റെ ഒരു പരിധിയും വിട്ടിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു ഭീകരതയുണ്ട്. ആ ഭീകരതയാണ് ഇപ്പോൾ ഈ ശ്വേതാ ഭക്തൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുജിത് ഭക്തൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ഇയാൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഇവിടെ പറയുന്നില്ല, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ സങ്കടമാവും. ഞാൻ ആ ഒരു പോഡ്കാസ്റ്റ് കണ്ടു ഫുള്ളായിട്ടിരുന്നിട്ട്. അതിൽ ഈ കമൻറ്റുകളൊക്കെ സുജിത് ഭക്തൻ ഇരുന്നിട്ട് വായിക്കുന്നുണ്ട്. ഏടോ ക്ഷീണിച്ചു പോവും. എനിക്ക് തന്നെ കേട്ടിട്ട് വല്ലാത്തൊരു ക്ഷീണവും വിഷമവും ഒക്കെ തോന്നി. അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയണോ? വളരെ ശോകമാണ്. അത് ടാർഗറ്റ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ്. പൊതുവേ ഇങ്ങനെ കോമൺ ആയിട്ട് ആൾക്കാർ വന്ന് ബോഡി ഷേം ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ തെണ്ടികൾ വന്ന് ചെയ്യുമല്ലോ. അതല്ലാതെ ഇതൊരു ഒരുത്തം വന്നിരുന്നിട്ട് പല ഐഡിയയിൽ ഇരുന്നിട്ട് ഒരേ പാറ്റേണിൽ ഇരുന്നിട്ട് ഇവരെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ മുൻവൈരാഗ്യമൊക്കെ ഉള്ളതുപോലെ. അത് കുറച്ച് നാളായിട്ട് ഇവരുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സുജിത് ഭക്തനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഇമെയിൽ ഐഡിയിലേക്കൊക്കെ ഇയാള് ഈ ശ്വേതാ ഭക്തനെ അല്ലെങ്കിൽ സുജിത് ഭക്തനെയൊക്കെ വളരെ മോശമായിട്ട് ബോഡി ഷേം ചെയ്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള മെയിലുകൾ അയച്ചു വിടുകയെന്ന്. അപ്പം ഇത് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പം ഇത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാവണം. കാരണം ആ കമൻസ് വായിച്ചിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സുജിത് ഭക്തൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്രയും വൾഗറായിട്ടാണ് ഒരു ഊമ്പൻ അതിനെ ഓരോന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സുജിത് ഭക്തൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവനെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം അടിച്ച് തിരിക്കുന്നു. സീരിയസ്ലി മാൻ, മുഖം അടിച്ച് തിരിക്കണം, മുഖം അടിച്ച് പൊളിക്കണം. സത്യം പറഞ്ഞാൽ ഞാനിതൊരിക്കലും ഈ വയലൻസിനെ എൻകറേജ് ചെയ്യുമൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നാരത്തരം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിധി വിട്ടിട്ട് ഒരു നാരത്തരം കാണിക്കണ സമയത്ത് അടിച്ച് പോവും, നമ്മൾ അടിച്ച് പരത്തിപ്പോവും, മുഖം അടിച്ച് തിരിക്കും നമ്മൾ ചിലപ്പോൾ. അതിൽ ഇനിയിപ്പോൾ ഇയാൾ സുജിത് ഭക്തൻ പിടിച്ചിട്ട് ഇയാളെ കൈ കെട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാലും സുജിത് ഭക്തൻ ചെയ്തത് തെറ്റാ, ഫിസിക്കൽ അസോൾട്ടാണ് അല്ലെങ്കിൽ ക്രൈമാണ് എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിസ്റ്റർ സുജിത് ഭക്തൻ എങ്ങാനും അയാളെ കൈ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ ഫേസ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങൾ ലീഗലി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയാൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അയാളുടെ ഫോട്ടോ എങ്ങാനും കിട്ടുകയാണെങ്കിൽ ഒന്ന് പബ്ലിക്കലി നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അത്രയും മോശമായിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ടത് തന്നെ, അത്രയും മോശമായിട്ടാണ് നിങ്ങൾ തന്നെ അവർ ഇൻസൾട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഡിഫൈം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അവർ ചെയ്തിരിക്കുന്നത്. സോ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇങ്ങനെയുള്ള നാറുകളെ എൻകറേജ് ചെയ്യരുത്. എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു പരനാറിയാണ്, ഒരു ഊമ്പനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. എൻ്റെ അമ്മ, എന്തൊക്കെയാണോ അവരെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് ഊമ്പൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? ഐ എം സോറി. ഇനി ഈ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ തെണ്ടികളുണ്ട്. തടിയൻ, തടിച്ചി, കരിമൻ, ഇനി വെളുത്ത ആൾക്കാരെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത്, കുള്ളൻ, കുള്ളി, എന്താണ് പറയുക, മറ്റേ തോട്ടി, എലുമ്പൻ, വിക്കൻ, കഷണ്ടി, ഞൊണ്ടി,
അങ്ങനെ പല തരത്തിൽ വിളിച്ചങ്ങനെ ആസ്വദിക്കുന്ന ഊളകളുണ്ട്. അപ്പോൾ ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതൊക്കെ തമാശയായിട്ട് കാണുന്ന തെമ്മാടികൾ, അതൊക്കെ തമാശക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തൊലിഞ്ഞ ന്യായീകരണം കൊണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്, ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ന്യായീകരണം കൊണ്ടൊന്നും ആരും വരണ്ട. ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അതിലൊരു രസം കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് അത്ര രസമൊന്നുമല്ല. അവർ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ട്രോമറ്റൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട്. അതിപ്പോൾ ഈ ശ്വേതഭക്തൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ബോഡി ഷേമിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും സെയിം ആണ് ഞാൻ ആക്ച്വലി പറയുന്നത്. അപ്പോൾ ഈ തൊലിഞ്ഞ ന്യായീകരണം കൊണ്ടൊന്നും ആരും വരണ്ട. ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെണ്ടിത്തരം തന്നെയാണ്, നാറിത്തരം തന്നെയാണ്, തെമ്മാടിത്തരം തന്നെയാണ്. അതൊരു ക്രൈമായിട്ടാണ് പേഴ്സണലി ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അത് സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരുന്നിട്ട് ഈ വ്ളോഗേഴ്സിനെയും അല്ലെങ്കിൽ സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ ആരെ ആയിക്കോട്ടെ ഈ ഒളിഞ്ഞിരുന്ന് കുണ്ടി കാണിക്കുന്ന ആളുകൾ കാണിക്കുന്നതും നേരിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരേ പരിപാടി തന്നെയാണ്. ഊളത്തരം തന്നെയാണ്, തെമ്മാടിത്തരം തന്നെയാണ്. ബുദ്ധിയും വെളിവും ബോധവും മനുഷ്യത്വവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പണി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പരമാവധി. നിങ്ങൾക്ക് ബോഡി ഷേമിങ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ബാക്കിയുള്ള ആൾക്കാർക്ക് ഹേർട്ടായാലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവമാണ് ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ ബുദ്ധിമാനൊന്നുമല്ല. നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട്, യു ആർ മെൻ്റലി ഇൽ. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, യു ആർ നോട്ട് ഓക്കെ, യു ആർ നോട്ട് നോർമൽ. നിങ്ങൾക്ക് സിമ്പതിയില്ല, എമ്പതിയില്ല, നത്തിങ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള എറർ ഉണ്ട്, ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. സോ വല്ല സൈക്യാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ അവിടെ പോയി ഡോക്ടറെ അടുത്ത് പറയണം, എനിക്ക് ഈ ആളുകൾ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്ന സമയത്ത് ഒരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്, ഒരു ആനന്ദമൊക്കെ കിട്ടുന്നുണ്ട്, എനിക്കതൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എനിക്കതൊന്ന് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലൊന്ന് പോയിട്ട് നിങ്ങൾ കൗൺസിലിംഗ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു രോഗമാണ്, ആ രോഗം തന്നെയാണ്, അതൊരു ക്രൈമും കൂടിയിട്ടാണെന്നുള്ളത് ഇത് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എനിക്കറിയില്ല അത് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഈ ഷെയിം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് പറയുന്നു എന്ന് മാത്രം. ബോഡി ഷേമിങ് ഈസ് എ ക്രൈം. ഇനി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിന് എന്തോരം ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതിനെ കുറിച്ച് ഐ ഡോണ്ട് നോ. പ്രാക്ടിക്കലി എന്തോരം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു ഓണസ്റ്റ്ലി ഫ്യൂച്ചറിലെങ്കിലും ഈ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിനെതിരെ ഒരു നിയമം കൃത്യമായിട്ട് വന്ന്, അല്ലെങ്കിൽ ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന ആൾക്കാരെ പിടിക്കാനുള്ളൊരു സാഹചര്യം, അവർക്ക് ഉള്ള ശിക്ഷാ നടപടികൾ ഭാവിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് പ്രാക്ടിക്കലി അതൊക്കെ പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു കറണ്ട് കണ്ടീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഒളിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊരു ധൈര്യമായി കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഈ അറ്റാക്ക് നടത്തുന്നുണ്ട്. അത് ബോഡി ഷേമിങ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് ഏത് തരത്തിലുള്ള അറ്റാക്ക് ആയിക്കോട്ടെ ഒരു ഉപദ്രവമായിട്ട് മാറുന്നുണ്ട് ആക്ച്വലി ഈ വക കാര്യങ്ങളൊക്കെ. സോ ഇത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഭാവിയിലെങ്കിലും ലീഗലി ഒരു തീരുമാനം ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ കൂടുതൽ ഇങ്ങനെ സെർച്ചും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇങ്ങനെ കുറേ കറങ്ങുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഉദാഹരണം പറയണമെന്ന് മാത്രം, ഇപ്പോൾ ഒരു സിനിമാ നടിയും സിനിമാ നടനും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി നടൻ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു, എങ്ങനെ ആയിക്കോട്ടെ, ഇവരുടെ വിവാഹം കഴിയുന്ന സമയത്ത് കുറേ ഒളിഞ്ഞിരുന്ന് കുണ്ടി കാണിക്കുന്ന ആളുകൾ ഇവരെ ജഡ്ജ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ചില ഊളകൾ. അത് ശരീരഘടന വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഇത് ഷേപ്പ് അത് ഇതെന്നൊക്കെ വെച്ചിട്ടായിരിക്കാം. അങ്ങനെ അത് പറഞ്ഞിട്ടിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംഗതികളൊക്കെ ഒരുപാട് ആളുകൾ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ത് തരത്തിലുള്ള സാഡിസ്റ്റിക് ആയിട്ടുള്ള മനോഭാവമാണെന്നേ, എന്ത് തരത്തിലുള്ള വെകളിത്തരമാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ ലൂക്ക്മാൻ അവറാൻ, ഞാൻ അത് പറയാണ്ട വയ്യ, എക്സാമ്പിൾ പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്. ലൂക്ക്മാൻ അവറാൻ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അങ്ങേരുടെ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ട് അയാളുടെ നിറത്തെ ചൊല്ലിയിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്നു. അതൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള എററുള്ള ആളുകൾക്ക്
ഉണ്ടാവുന്നൊരു ചിന്തയല്ലേ ഒരാളെ ഇതിൻ്റെയൊക്കെ പേരിൽ കളിയാക്കണം, അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യണം എന്നൊക്കെ തോന്നുന്നത് ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. ലുക്മാൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയണേ, മറ്റേ ഒരു 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 നടി വിവാഹിതയായ സമയത്ത് അവരുടെ അവരുടെ വരൻ്റെ ഫേസിനെ ബോഡി ഷെയിം ചെയ്തിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ കുറേ ആൾക്കാർ കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്, കാരണം നമ്മളത് കണ്ടന്റ് ആക്കി വീണ്ടും അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ. സോ അതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ ഇതിലൂടെ നടക്കുന്ന കാര്യമാണ്. എക്സാമ്പിൾസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട്. അത് ഇൻഡിവിജ്വലി ആളുകളെ ബോഡി ഷെയിം ചെയ്യുന്നതായിക്കോട്ടെ, ഒരാൾ കല്യാണം കഴിയുന്ന സമയത്ത് അവരെ കമ്പയർ ചെയ്ത് ബോഡി ഷെയിം ചെയ്യുന്നതായിക്കോട്ടെ, പല തരത്തിലുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരുന്ന് കൊണ്ടി കാണിക്കുകയാണ്. ഒളിഞ്ഞിരുന്നിട്ട് ഒരാളെ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഉപദ്രവിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണ്ടേ? എവിടെ ഒരാളെ കൊല്ലാൻ അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കാനൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് ക്രൈമാണല്ലെന്നല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നതിൻ്റെ അകത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ ആളുകളെ ഇപ്പോൾ കൊല്ലാൻ വരെ പറ്റും മാനസികമായിട്ട് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇതിപ്പോൾ ടാർഗറ്റ് അറ്റാക്ക്, സുജിത് ഭക്തൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടാർഗറ്റ് അറ്റാക്കാണ്. ടാർഗറ്റ് ചെയ്തിട്ട് അതൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ ആ വ്യക്തിയും കുറേ കൂട്ടരും ചെന്ന് ഒരുപാട് ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് മോശമായിട്ട് പറയുകയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇതൊരു ഒരാളോട് വിരോധം വൈരാഗ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സോഷ്യൽ മീഡിയ ഒരു ടൂളാക്കി മാറ്റിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയയുടെ ദൂഷ്യവശം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ക്രൈമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെവലിലേക്ക് എത്തുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ശ്വേതാ ഭക്തൻ സുജിത് ഭക്തൻ്റെ കേസിൽ ഒരു ബോഡി ഷെയിമിങ് പരിപാടി മാത്രമല്ല, അത് പണ്ടും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്, ചില തണ്ടികൾ ചെയ്യും. പക്ഷേ ഇതൊരു ടാർഗറ്റ് അറ്റാക്ക് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, വല്ല വൈരാഗ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വല്ലതും പോയിട്ട് പറഞ്ഞോ ചെയ്തോ ഒക്കെ തീർക്ക്. അല്ലാണ്ട് ഒളിഞ്ഞിരുന്നിട്ട് അവരെ ബോഡി ഷെയിം ചെയ്ത് അവരെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട്. പിന്നെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ മറ്റു കുറേ ദുരന്ത തണ്ടികളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുടിയൊക്കെ വളർത്തിയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇപ്പം എനിക്ക് ചാനലിന് റീച്ച് ഇല്ല, പോട്ടെ. ഒരു കാലത്ത് എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മുടിയുണ്ട്, ഇതുവരെയൊക്കെ ഷോൾഡർ ലെങ്ത് മുടിയുണ്ട്. ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്നുമല്ല വീഡിയോ ചെയ്യുന്നത്, ക്യാമറ ഓൺ ആക്കും. എൻ്റെ കയ്യിൽ വിഷയമുണ്ട്, ഞാൻ തുറന്ന് എനിക്ക് തോന്നിയ പോലെ റോ ആയിട്ടെങ്കിലും സംസാരിക്കും. ക്യാമറ ഉമ്മർത്തുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല, വളരെ ജെനുവിൻലി ഞാൻ സംസാരിക്കും. അപ്പോൾ ഈ റോ ആയി സംസാരിക്കുന്നു അല്ലെങ്കിൽ മുടി വളർത്തി ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. കഞ്ചാവല്ലേ, അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ടിരിക്കുകയല്ലേ, പൊടി അടിച്ചിട്ട് ഇരിക്കുകയല്ലേ. അപ്പം ജഡ്ജ് ചെയ്യണം, ശാരീരികമായിട്ട് കണ്ടിട്ടിരുന്ന് ജഡ്ജ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൈരാണ് എന്നെ വന്നിട്ട് ബോഡി ഷെയിം ചെയ്താലും അല്ലെങ്കിൽ ഒരു കോപ്പും എൻ്റെ നേരിട്ട് നടക്കില്ല ആ പണി. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒളിഞ്ഞിരുന്ന് മുണ്ടി അടിക്കുന്ന പരിപാടി ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ജഡ്ജ് ചെയ്യും ആൾക്കാർ, ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള പരിപാടിയുണ്ട്. ലുക്ക് കണ്ടിട്ട് ഇന്നതാണ് എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. മനസ്സിലായ? അത് എന്തൊരു അവസ്ഥയാണ്. ആർക്കും ഉറപ്പും. എന്നെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് മാത്രമാണ് വലിച്ചിട്ടുള്ളത്. സിഗരറ്റാണ് അത്യാവശ്യം അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഞാനാണെങ്കിൽ നിർത്തുകയും ചെയ്തു. ഇപ്പോൾ ആണെങ്കിൽ ഒരു പരിപാടിയില്ല. പക്ഷെ ആളുകൾ അന്ന് ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മുടിയും ഇതൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ മാത്രം അവസ്ഥയല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇത് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മുടി വളർത്തി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് ഓരോ ഫിസിക്കായിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് എന്താ പറയുക, ആൾക്കാരിങ്ങനെ എന്താ പറയുക ജഡ്ജ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജഡ്ജ്മെൻ്റലായിട്ടുള്ള, ഒരു സൈഡിൽ ബോഡി ഷെയ്മിങ്, മറ്റൊരു സൈഡിൽ ജഡ്ജ്മെൻ്റലായിട്ടുള്ള കുറേ പൊട്ടന്മാർ. എന്നിട്ട് പറയും മലയാളി സമ്പൂർണ്ണ സാക്ഷരതയാണ് കേരളം, 100% ലിറ്ററസി. തേങ്ങയുടെ മൂടാണ്, പിടുക്കാണ്. വിവരമുള്ള ആളുകളുണ്ട് കേരളത്തിൽ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 100% ലിറ്ററസി ഒന്നും പറയണമെങ്കിൽ അർത്ഥമില്ല. ആളുകൾക്കൊരു കോമൺ സെൻസ് ഇല്ല. പലർക്കും കോമൺ സെൻസ് ഇല്ല, ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ഇല്ല, പോസിറ്റീവ് അപ്രോച്ച് ഇല്ല, ഒരു ഇതില്ല. ഒരു സോഷ്യൽ മീഡിയ ലോകത്തിൻ്റെ അകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ് ആൻഡ് സിക്ക് പോലെ ഇങ്ങനെ ഹൈഡ് ചെയ്തിരുന്നിട്ടുള്ള പണിയാണ് പലരും കാണിക്കുന്നത്. അപ്പം ഇതിലെവിടെ ഉണ്ട് ലിറ്ററസി? എവിടെയാണ് ഈ ലിറ്ററസി ഇരിക്കണത്?
കൂടുതലൊന്നും പറയുന്നില്ല. ഇനി എനിക്ക് ഞാൻ നേരിട്ട് സോഷ്യൽ മീഡിയ വിട്, ഞാൻ നേരിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം പറയാം. നാട്ടിലൊന്നും ഒരു തണ്ടിയും എന്നെ നേരിട്ട് ബോഡി ഷേം ചെയ്യാനോ പിടിക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. വന്നാലും കുഴപ്പമില്ല, ഞാനത് ഡീൽ ചെയ്യും. ഞാൻ ദുബായിൽ ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഈവനിങ് ബാച്ച് ഞാൻ കയറിയ സമയം, ഈവനിങ് ബാച്ചിൽ ഒരു ഡൽഹിക്കാരൻ ചങ്ങാതി ഉണ്ടായിരുന്നു. ഓക്കെ, അലി എന്നാണ് പേര്. ഇവൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവൻ്റെ കയ്യിൽ മൗണ്ടൻ ഡ്യൂവിൻ്റെ എപ്പോഴും ഈ ബ്രേക്ക് ടൈമിൽ ഇവൻ മൗണ്ടൻ ഡ്യൂ ക്യാൻറ്റീനിൽ പോയി വാങ്ങും. അപ്പോൾ വാങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കും, നെറ്റിയിലേക്കാണ് നോക്കുക. അപ്പം നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവും. നെറ്റിയിലേക്ക് നോക്കിയിട്ട് ഇവൻ ഇങ്ങനെ ചിരിച്ചിട്ട് അവൻ ഹിന്ദിയിൽ ചോദിക്കുകയാണ്, നീ ക്രിക്കറ്റ് കളിക്കുമോ? ഞാൻ ക്രിക്കറ്റ് കളിക്കും, യെസ്. അപ്പോൾ അവൻ ചോദിക്കും, വിക്കറ്റ് നീയാണോ എന്ന്. ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? സ്കിന്നിയാണ്, സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ വിട്ടു, ഒരു തവണയല്ലേ ഓട്ടെ പുല്ല്. അത് കേട്ടവൻ ചോദിച്ചു, നീ ഫുട്ബോൾ കളിക്കുകയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കളിക്കും. അപ്പോൾ അവൻ എന്താണ് പറയുക, പോസ്റ്റ് ആയിരിക്കുമല്ലേ എന്ന്. അപ്പം ഷെയിം ചെയ്യണവൻ. എന്നിട്ട് ഇരുന്ന് ലിക്കി എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ സ്കൂളിൽ നിന്ന് പല പ്രശ്നങ്ങളായിട്ടും ഇവിടുത്തെ സ്കൂളിൽ നിന്ന് പുറത്തായിട്ട് ഞാൻ അവിടെ ക്യാമ്പസിൽ പോയിട്ട് ചേർന്നതാണ് ദുബായിൽ. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ചേർന്നതാണ്. അപ്പോൾ അവിടെയും പോയിട്ട് ഇങ്ങനെ ഇതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച സമയത്ത് മിണ്ടാതിരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ നിർത്തുന്നില്ല. ഇവൻ്റെ കയ്യിലുള്ള മൗണ്ടൻ ഡ്യൂവിൻ്റെ ക്യാൻ എടുത്തിട്ടുണ്ട്. ഇവൻ എന്നെ ഇരുന്ന് ഇൻസൾട്ട് ചെയ്യണം, എന്നെ ഇരുന്ന് ബോഡി ഷെയിം ചെയ്തിട്ട് ഇവൻ ഈ ക്യാനൊക്കെ എടുത്തിട്ട് എൻ്റെ തലയിലൊക്കെ ഒഴിക്കാൻ വേണ്ടി വരിക. അവൻ തറയാണ്. ആ ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി വന്ന് ഞാനും പുണ്യാളൊന്നുമല്ല. ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ കുറച്ച് പേരെ പുറത്താക്കിയിട്ട് ഞാനും ദുബായിക്ക് പോയതാണ്. അപ്പോൾ ആ ക്യാമ്പസിൻ്റെ അകത്ത് എല്ലാവരും ആ രീതിയിലൊക്കെ വന്നവരാ. അപ്പോൾ ഇവൻ അതിനെക്കാട്ടിലും വലിയ പടലയാണ്. അപ്പം ഇവൻ ഇതെടുത്തിട്ട് എൻ്റെ തലയിൽ ഒഴിക്കാൻ വേണ്ടി വരിക. ഞാൻ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ലൈംഗിക അവയവത്തെ വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അതിനും ഈ വിക്കറ്റിൻ്റെ അത്രയേ ഉള്ളൂ എന്നൊക്കെ രീതിയിൽ ഇവൻ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാണ്. ഞാൻ ദേഷ്യം വന്നിട്ട്, മനുഷ്യന്മാരല്ലടോ, നമുക്ക് എപ്പോഴും ഇമോഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലൊക്കെ പെട്ടെന്ന് തോന്നും. ഞാനിങ്ങനെ കയ്യിരിക്കണം, ആ മൗണ്ടൻ ഡ്യൂ എടുത്തിട്ട് തലയിൽ കൂടെ കോരി ഒഴിച്ചിട്ട് തലയ്ക്ക് ഒരു അടിയും കൊടുത്ത് ഞാൻ പരിപാടി തീർത്തു. അന്ന് എനിക്ക് 2 ദിവസം വീട്ടിൽ പോയി ഇരിക്കേണ്ടിയൊക്കെ ആക്ച്വലി വന്നു. ഞാൻ നാട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു 15 ദിവസമൊക്കെ നിന്നിട്ടാണ് തിരിച്ച് ദുബായിക്ക് പോയത്. കാരണം അത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ആയി. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സും അന്ന് ഈവനിങ് ബാച്ച് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, അവിടെ മലയാളീസ് ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ മലയാളിയാണ് ഈവനിങ് ബാച്ചിൽ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഇവന്മാരുടെ ഡൽഹിയും മറ്റുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പ്രയാസമായിരുന്നു. അടിയുമായി. പിന്നെ നമുക്ക് ഒരാളല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടി വന്ന് ഉപദ്രവിക്കാൻ വേണ്ടി വന്നത് എന്ത് ചെയ്യും? സോ അവിടെ ക്യാമ്പസിൽ അവിടുത്തെ ടീച്ചറിൻ്റെ അടുത്ത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് സംസാരിച്ച് നമ്മളവിടെ നിന്ന് വിട്ട് നാട്ടിലേക്കൊക്കെ വന്നതാണ്. എന്നിട്ട് പിന്നെ അവിടേക്ക് പോയപ്പോഴേക്കും എന്തോ എൻ്റെ മഹാഭാഗ്യം എന്ന് പറയാം, ഈ ഈവനിങ് ബാച്ച് എന്നുള്ളൊരു സെറ്റപ്പ്, അതായത് ഈ ആണുങ്ങളെ പെണ്ണുങ്ങളെ എന്നുള്ളൊരു പരിപാടി മാറ്റിയിട്ട് ബോയ്സിന് മൊത്തം മോർണിംഗ് ബാച്ചാക്കി. എല്ലാ ബോയ്സിനെയും മോർണിംഗ് ബാച്ചാക്കി ആൻഡ് ഗേൾസിനെ മൊത്തം ഈവനിങ് ബാച്ചാക്കുന്ന ഷഫിളായി. ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിളാവുന്ന ഒരു പരിപാടിയൊക്കെ എത്തി. അപ്പം മലയാളീസിനെയും കിട്ടി ഈ ഷഫിൾ വന്ന സമയത്ത്. ആ സമയത്ത് ആണ് പിന്നെ എൻ്റെ ദുബായിലുള്ള മര്യാദയ്ക്കുള്ളൊരു ക്യാമ്പസ് ലൈഫ് സ്റ്റാർട്ടാവുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്മൂത്തായിരുന്നു. ബട്ട് ഈവനിങ് ബാച്ച് എന്ന് പറയുന്നത് എനിക്ക് 1-2 ദിവസം ഹെക്റ്റിക്കായിരുന്നു. ഈ ഒരു ദണ്ഡിയും കൊണ്ടുള്ള തലവേദന കാരണം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്ന് മാത്രം. നെറുകേട് കാണുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ പോട്ടെ എന്നൊക്കെ ചിലപ്പോൾ വെക്കും. പക്ഷെ ഒരു നെറുകേടിൻ്റെ ഒരു പരിധി വിട്ടിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലം കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൈവച്ച് പോകും. അത് ഞാൻ കൈ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതുകൊണ്ടൊരു മടിയില്ല, ഞാൻ കൈ വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ക്ഷമാശീലനൊന്നുമല്ല, ഒരു പരിധി വരെ ക്ഷമിക്കും. അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുജിത് ഭക്തൻ പറഞ്ഞ സമയത്താണെങ്കിൽ ഞാൻ അയാളെ 100% സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, അയാൾ ഇവനെ കൈ കിട്ടി അടിക്കുന്നു പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇതാണ്. കാരണം എനിക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്തു നേരിട്ട് കിട്ടിയപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞാലും സെയിം, യെസ്, അയാൾക്കും ആ ഒരു വികാരം തോന്നിയത് തെറ്റു പറയാൻ പറ്റില്ല. അയാളുടെ ഭാര്യയാണ് പറഞ്ഞത്, നേരിട്ട് കിട്ടിയ പൊട്ടിക്കുന്നതാണ് കറക്റ്റ്. നമ്മൾ ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു നോക്കണം. അതാണ് ആദ്യം തന്നെ കയറി പൊട്ടിക്കലല്ല, ആദ്യം നമ്മൾ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കണം.
മര്യാദയ്ക്ക് പറഞ്ഞു നോക്കിയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം അല്ല അവൻ്റെ കാലം അടിച്ച് പൊളിക്കുകയാണ് ആക്ച്വലി വേണ്ടത്. പിന്നെ പറയാനുള്ളത് ഈ ബോഡി ഷേമിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ സങ്കടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആരാണെങ്കിലും. കാരണം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ആരെങ്കിലും ബോഡി ഷേം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ 1-2 തവണയൊക്കെ പറഞ്ഞു നോക്കുക. 3-ാം തവണയൊക്കെ ഇതാക്കാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് താഴെ പോകുന്നതിന് പകരം നിങ്ങൾ റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. ഒരു തവണ റിയാക്ട് ചെയ്യും, പിന്നെ വരൂല. ദാറ്റ്സ് ഇറ്റ്. ബൈ.